ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ KWA സർവേയർ ഗ്രേഡ് 2ലേക്കുള്ള എക്സാം മെയ് മാസത്തിൽ നടക്കും എന്ന പുതിയ PSCയുടെ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തായിരിക്കും സർവേയർ ഗ്രേഡ് 2ലെ സിലബസ് ആവശ്യപ്പെടുന്നത് എന്നുള്ള അനാലിസിസ് ആണ് ഈ സെഷനിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ സർവേയർ ഗ്രേഡിലേക്കുള്ള അല്ലെങ്കിൽ സർവേയർ പോസ്റ്റിലേക്കുള്ള എക്സാംസിന്റെ സിലബസ് സെയിം ആണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, സോ നമുക്ക് സിലബസിലേക്ക് കടക്കാം. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മൊത്തം ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ പറയുന്ന 100 മാർക്കിൽ ഒരു 85 മാർക്കിൽ കൂടുതൽ ചില സമയങ്ങളിൽ 90 ക്വസ്റ്റ്യൻസും സർവേ ആകാറുണ്ട്. അതുകൊണ്ട് സർവേ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലെ മുഴുവൻ സർവേയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം നമ്മൾ ടോപ്പ് റാങ്കിൽ ഉണ്ടാവും എന്നല്ല. സർവേ എല്ലാവരും പഠിക്കും, അല്ലെ? കുറെ കാലങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് സർവേ എന്തായാലും തറവായിരിക്കും. പിന്നെ ഇതിൽ ബാക്കിയുള്ള സർവേ അല്ലാത്ത പോർഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് റാങ്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഇന്ന് നമ്മൾ സിലബസിലേക്കാണ് കിടക്കുന്നത്. 100 മാർക്കിനാണ് മൊത്തം സിലബസ്. നിങ്ങൾക്കറിയാം, യെസ്, ടോട്ടൽ മാർക്ക് ഈസ് 100. നോക്കിയേ, ഇതാണ് സിലബസ്. മുഴുവൻ സിലബസ് ഇതാ കാണിക്കുന്നത്. മൊഡ്യൂൾ 1 സിലബസ് 10 മാർക്കിന് വേണ്ടി ഫണ്ടമെന്റൽ ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഇൻ സർവേയിങ് ആണ്. ഇതിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ ഒന്ന് നോക്കി എന്തൊക്കെയാണ് പറയുന്നത്. പ്രൈമറി ഡിവിഷൻസ് ഓഫ് സർവേ, ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സർവേ, then units and measurements, units of measurements, plan map, scale, different type scale, RF scale, errors in survey, source, kind of errors and permissible errors. ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റുകളാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് സിലബസ് അവർ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? നല്ല ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഉണ്ട്. സോ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 12 മാർക്കിന് വേണ്ടിയാണ്. ദാറ്റ് ഈസ് സർവേയിങ് യൂസിങ് ചെയിൻ ഓർ ടേപ്പ് ആണ്. ഇവിടെ നോക്കിയാൽ ലീനിയർ മെഷർമെന്റ്, അതായത് ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെന്റ് ആണ്. ഡിഫറെന്റ് മെത്തേഡ്സ് ചെയിൻ സർവേയിങ്ങിലെ ഇൻസ്ട്രുമെന്റ്സ് ഫോർ ചെയിൻ സർവേയിങ്, ചെയിൻ, ടൈപ്സ് ഓഫ് ടേപ്പ്, യെസ്, റേഞ്ചിങ് ചോദിച്ചിട്ടുണ്ട്, മെഷർമെന്റ് ഓഫ് ലെങ്ത് യൂസിങ് ചെയിൻ ആൻഡ് ടേപ്പ്, ചെയിനിങ് ഓൺ സ്ലോപ്പിംഗ് റോഡ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എറേഴ്സ് ഇൻ ചെയിനിങ് ആണ്. അതേപോലെ triangulation, survey lines, arrangement of survey lines, yes, offset for locating features, cross staff surveying, yes, direct ആയിട്ട് ചോദിക്കാറുണ്ടല്ലേ, what kind of divisions we make. നമുക്കറിയാം, നമുക്ക് റെക്ടാങ്കിളും 90 ഡിഗ്രി ട്രയാങ്കിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. യെസ്, ഫീൽഡ് വർക്ക് ആൻഡ് എൻറ്ററിംഗ് ഇൻ ദ ഫീൽഡ് ബുക്ക്, കൺവെൻഷണൽ സയൻസ്, ഇൻസ്ട്രുമെന്റ് ഫോർ സെറ്റിംഗ് ഔട്ട് റൈറ്റ് ആംഗിൾസ്, obstacles in chaining, methods of overcoming these obstacles, പ്ലോട്ടിംഗ് ഓഫ് ചെയിൻ സർവേ. ഇതാണ് മൊഡ്യൂൾ 2 ആവശ്യപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 3ലേക്ക് കടക്കാം, അല്ലെ? ഏറ്റവും ചെറിയ പോർഷൻ ആണ് പ്ലെയിൻ ടേബിൾ സർവേ. 8 മാർക്കിന് വേണ്ടി പ്ലെയിൻ ടേബിൾ സർവേ ഉണ്ടാവും. ഓക്കെ, ഇൻസ്ട്രുമെന്റ് യൂസ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേയിങ്, വർക്കിംഗ് ഓപ്പറേഷൻസ്, മെത്തേഡ്സ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ്, റേഡിയേഷൻ, ഇന്റർസെക്ഷൻ ആൻഡ് ട്രാവേഴ്സിംഗ് ആണ്. ഓക്കെ, ചിലപ്പല്ല, അതിൽ എന്തായാലും ഉണ്ടാവും. റിസെക്ഷൻ മെത്തേഡ് തീർച്ചയായിട്ടും പറയണം, അല്ലെ? റിസെക്ഷൻ മെത്തേഡ് തീർച്ചയായിട്ടും പറയണം. സിലബസിൽ അത് കാണിച്ചിട്ടില്ല, അത് ഒബ്വിയസ്ലി ഇൻക്ലൂഡ് ആണ്. റിസെക്ഷൻ മെത്തേഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് നോക്കിയ കോമ്പസ് സർവേയിങ് 10 മാർക്കിന് വേണ്ടി. കോമ്പസ് സർവേയിങ് ന്യൂമറിക്കൽ വരാൻ പോകുന്ന, തീർച്ചയായിട്ടും കാണാവുന്ന ഒരു സാധനമാണ് കോമ്പസ് സർവേയിങ്. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ് ആംഗിൾസ് ഓർ ഡയറക്ഷൻ എന്ന് പറയും. ബിയറിംഗ് ഓഫ് സർവേ ലൈൻസ്, ഡെസിഗ്നേഷൻ ഓഫ് ബിയറിംഗ്, കൺവേർഷൻ ഓഫ് ബിയറിംഗ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ, അതായത് WCB ടു QSB, QSB ടു WCB കൺവേർഷൻ, ഫോർ ആൻഡ് ബാക്ക് ബിയറിംഗ്, അവർ തമ്മിലുള്ള റിലേഷൻ ആൻഡ് കൺവേർഷൻ, കാൽക്കുലേഷൻ ഓഫ് ആംഗിൾ ഫ്രം ബിയറിംഗ് ആൻഡ് വൈസ് വേഴ്സ, പ്രിസ്മാറ്റിക് ആൻഡ് സർവേയർ കോമ്പസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അവരുടെ കമ്പാരിസൺ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ടെർമിനോളജി ലൈക്ക് ഡിപ്പ്, ഡിക്ലിനേഷൻ, ലോക്കൽ അട്രാക്ഷൻ, മെത്തേഡ് ഓഫ് കറക്ഷൻ ഓഫ് ഒബ്സർവ്ഡ് ബിയറിംഗ് ആണ്. ഇതാണ് കോമ്പസ് സർവേ പറയുന്നത്. ഓക്കെ, അവർ പറയുന്നുണ്ട് ഏത് പോർഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ എക്സാംസിലെയും കോമൺ ആയിട്ടുള്ള ട്രെൻഡും. ഓക്കെ, ഇതേ പോർഷൻസ് ആണ്, ഇതേ സിലബസ് തന്നെയാണ് കോമൺ ആയിട്ടുള്ള ട്രെൻഡും. യെസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ നമുക്കറിയാം. നെക്സ്റ്റ് നോക്കിയ ലെവലിംഗ് ആൻഡ് കോണ്ടൂറിംഗ് ആണ് 12 മാർക്കിന്. നോക്കിയ ഡെഫിനിഷൻ ഓഫ് ടേംസ് ഇൻ ലെവലിംഗ്, മെത്തേഡ്സ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്, ടൈപ്സ് ഓഫ് ലെവലിംഗ് സ്റ്റാഫ്, ടെമ്പററി. നോക്കിയ ടൈപ്സ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്, ടൈപ്സ് ഓഫ് ലെവലിംഗ് പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് സ്റ്റാഫ് പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കും പഠിക്കാനുണ്ട്. Then temporary adjustment of level, simple leveling, differential leveling, calculation of reduced level, അതായത് ഹൈറ്റ് ഓഫ് കൊളിമേഷൻ മെത്തേഡും റൈസ് ആൻഡ് ഫോൾ മെത്തേഡും. പിന്നെ നോക്കിയാൽ റെസിപ്രോക്കൽ ലെവലിംഗ് ആണ്. റെസിപ്രോക്കൽ ലെവലിംഗ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ
ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, ആ ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കാറുണ്ട്, അതിന്റെ ബേസ് ന്യൂമറിക്കൽ ചോദിക്കാറുണ്ട്. ദെൻ ക്രോസ് സെക്ഷൻ ആൻഡ് പ്രൊഫൈൽ ലെവലിംഗ് ആണ്. ലെവലിംഗിന്റെ കൂടെ തന്നെയാണ് അവർ കോണ്ടൂറിംഗ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. കോണ്ടൂർ ഇന്റർവൽ, properties of contour, methods of locating contour, interpolation in contours, then contour gradient, use of contour maps. Use of contour map directly ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ആ ലൈൻ അതേപോലെ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് യൂസ് ഓഫ് ദ കോണ്ടൂർ എന്ന് പറയുന്നത്. സോ എത്രയാണ് ലെവലിംഗും ആൻഡ് കോണ്ടൂറും കൂടി അടങ്ങുമ്പോൾ അത് 12 മാർക്കിലേക്ക് വരികയാണ്. അടുത്തത് മൊഡ്യൂൾ 6 ആണ്, തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ്. തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ്, അതായത് 13 മാർക്കിൽ തിയോഡലൈറ്റ് ആണ് ചോദിക്കുന്നത്. തിയറി ക്വസ്റ്റ്യൻസ് ആണ്, ന്യൂമറിക്കൽ ഒന്നും ഉണ്ടാവില്ല. ലെവലിംഗിലും കോമ്പസിലും ന്യൂമറിക്കൽ ഉണ്ടാവും. ലെവലിംഗിലും കോമ്പസിലും എന്തുണ്ടാവും, ന്യൂമറിക്കൽ ഉണ്ടാവും. നോക്കിയേ, ഡെഫിനിഷൻ ആൻഡ് ടേംസ് ഇൻ തിയോഡലൈറ്റ് സർവേയിങ്, ടൈപ്സ് ഓഫ് തിയോഡലൈറ്റ്, പാർട്സ് ഓഫ് ദ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പററി ആൻഡ് പെർമനന്റ് അറ്റാച്ച്മെന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് ഓഫ് എ തിയോഡലൈറ്റ്. മെഷർമെന്റ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ, യെസ്, ആൻഡ് ഓപ്പറേഷൻസ് ഇൻ തിയോഡലൈറ്റ്. ഇതിൽ തന്നെയാണ് നമ്മളെ ട്രാവേഴ്സ് സർവേയും ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെയാണ് ടൈപ്സ് ഓഫ് ട്രാവേഴ്സ്, മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിംഗ്, ലൂസ് ആൻഡ് ഫാസ്റ്റ് നിൽ മെത്തേഡ്സ്, ചെക്സ് ഇൻ ക്ലോസ്ഡ് ട്രാവേഴ്സ്, ചെക്സ് ഇൻ ഓപ്പൺ ട്രാവേഴ്സ്, ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ, എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ഡിപ്പാർച്ചർ, കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് ആൻഡ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ്. ഇതിൽ നിന്ന് രണ്ടൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്ലോസിംഗ് എറർ ആൻഡ് ബാലൻസിംഗ് ഓഫ് എ ട്രാവേഴ്സ്, അല്ലെങ്കിൽ ആ എററിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം യൂസിംഗ് ബോഡിച്ച് മെത്തേഡ് ആൻഡ് ട്രാൻസിറ്റ് മെത്തേഡ്. ദെൻ ദെർ ഇസ് എ ഗേൽ ട്രാവൽസ് ടേബിൾ ആൻഡ് omitted measurements ആണ്. ഇതാണ് 13 മാർക്കിന് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. അതിൽ ട്രാവേഴ്സ് സർവേ തിയോഡലൈറ്റ് വെച്ച് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് ടാക്യോമെട്രിക് സർവേ ആൻഡ് ഹൈഡ്രോഗ്രഫി ആണ്. ടാക്യോമെട്രിക് സർവേ ആൻഡ് ഹൈഡ്രോഗ്രഫി. ദെൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ടാക്യോമെട്രി, ഡിഫറെന്റ് സിസ്റ്റം ഓഫ് ടാക്യോമെട്രിക് മെഷർമെന്റ്സ്, അതായത് ഉദ്ദേശിക്കുന്നത് ഏതാണ് സ്റ്റേഡിയ മെത്തേഡ്, എന്താണ് ടാൻജൻഷ്യൽ മെത്തേഡ്. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് അനലിറ്റിക് ലെൻസ്, എന്താണ് യൂസ് എന്ന് ചോദിക്കാറുണ്ട്. അനലിറ്റിക് ലെൻസ് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ ചോദിക്കാറുണ്ട് അല്ലെ. ഹൈഡ്രോഗ്രാഫിക് സർവേ ബേസിക് ടെർമിനോളജി ആണ് ചോദിക്കാറുള്ളത്. വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾസ്, വാട്ട് ഈസ് ഷോർ ലൈൻ, എന്താണ് സൗണ്ടിങ്, ദെൻ മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ്. ഇതൊക്കെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സൗണ്ടിങ് ഒക്കെ നമുക്കറിയാം, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ വാട്ടർ ബോഡിയാണ്. അതിനുവേണ്ടി ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് എട്ടാമത്തെ മൊഡ്യൂൾ ഇത് ഫുള്ള് സിലബസ് ആണ്. ഓക്കെ, ഫുള്ള് സിലബസ് ആണ് പറയുന്നത്. യെസ്, ഇതെന്താ പറയുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കർവ്സ് ആണ്, സെറ്റിംഗ് ഓഫ് കർവ്സ് ആണ്. കർവ്സ് ഇമ്പോർട്ടന്റ് ആണ്, ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്, ടൈപ്സ് ഓഫ് കർവ് ചോദിക്കാറുണ്ട്, എവിടെയാണ് യൂസസ് എന്ന് ചോദിക്കാറുണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. പിന്നെ സിമ്പിൾ കർവിന്റെ എല്ലാ എലമെന്റ്സും നമുക്ക് കാണണം. 10 മാർക്കിനാണ് കർവ് ചോദിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കർവ് ദാ ഇപ്പൊ പറഞ്ഞു. എലമെന്റ്സ് ഓഫ് സിമ്പിൾ കർവ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരുപാട് ഇക്വേഷൻസ്, ഒരു 4-5 ഇക്വേഷൻസ് ഉണ്ട്. ഡെസിഗ്നേഷൻ ഓഫ് കർവ് എങ്ങനെയാണ് ചോദിക്കാറുണ്ട്. സെറ്റിംഗ് ഔട്ട് ഓഫ് സിമ്പിൾ സർക്കുലർ കർവ് മെത്തേഡ്സ് ആണ്. അതിന്റെ പേര് മതി നമുക്ക്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. അതായത് റാങ്കൈൻസ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ, ട്രാൻസിഷൻ കർവ് ആൻഡ് വെർട്ടിക്കൽ കർവ്സ് ആണ്. ഇവിടെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടെങ്കിലും റാങ്കൈൻസ് മെത്തേഡ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടാറുള്ളത്. 5 മെത്തേഡ് ഉണ്ട് ആക്ച്വലി. നമ്മൾ എല്ലാത്തിന്റെയും ഹെഡിങ്ങും നമുക്ക് ആ ഒരു ഓവർസിയർ ഗ്രേഡ് 2 ലെവൽ ആയിട്ടുള്ള രീതിയിലുള്ള തിയറി നമുക്ക് ആവശ്യമുണ്ടാവും. പിന്നെയാണ് മൊഡ്യൂൾ 9. ഇന്നത്തെ ഒരു എക്സാമിന്റെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഇവിടുന്ന് ഒരു 5-8 ക്വസ്റ്റ്യൻ, ഇവിടെ പറയപ്പെടുന്ന മാർക്ക് എത്രയാണ്, 10 മാർക്കാണ്. ഓക്കെ, 10 മാർക്കും അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, നോക്കിയേ, മോഡേൺ സർവേ ആണ് അടുത്ത സർവേ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ റിമോട്ട് സെൻസിങ്, GPS ആൻഡ് GIS ഇൻക്ലൂഡഡ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക്, ദാറ്റ് ഈസ് EDM, ടൈപ്സ് ഓഫ് EDM, അതായത് ജിയോഡിമീറ്റർ, ടെലൂറോമീറ്റർ, ഡിസ്ട്രോമാഗ്നറ്റിക്, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് EDM എന്ന് പറയുന്നത്. പിന്നെ അതില് ടോട്ടൽ സ്റ്റേഷൻ ആണ് അല്ലെ, component parts, setup and working principle, temporary adjustment in total station ആണ്. Measurement of horizontal angles, vertical angles, distance, coordinate using total station, traversing, profile survey, contouring with yes total station. ഇത്രയും പോർഷൻ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ പറയുന്നത് ഏതാണ്, റിമോട്ട് സെൻസിംഗ് സിസ്റ്റംസ്, application of remote sensing in civil engineering, land use and land cover, mapping, disaster management, use of global position GPS and geographic information system. അതിന്റെ കമ്പോണൻസ് ആണ് ഏറ്റവും കൂടുതൽ. അതിന്റെ അപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. യെസ്, ആൻഡ് ദ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് വി ആർ യൂസിങ് ഇൻ GIS. ഇത്രയും പോർഷൻസ് 100 മാർക്കില് 95 മാർക്കും സിലബസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് സർവേക്കാണ്. അതില് 5 മാർക്കിന് വേണ്ടി യെസ് ബേസിക്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കൂടി ഇൻക്ലൂഡ് ആണ്. Okay, drawing instruments, supporting materials, conventional lines and their application, dimensions of technique as per SP 465. അതിലെല്ലാം കൂടും. ഓക്കെ, യെസ്, നമ്മുടെ എന്താണ് ആ ഒരു യൂസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് പെൻസിൽ ഏതാണ്, ആ പെൻസിലിന്റെ നിബിന്റെ സൈസ് എന്താണ്, ഏരോന്റെ സൈസ് എന്താണ്, അതായത് ഡ്രോയിങ്ങിൽ ചോദിക്കുന്ന എല്ലാ പരിപാടിയും.
യെസ്, പിന്നെന്താണ് നമ്മുടെ CAD എന്നും ക്വസ്റ്റ്യൻ വരും. യെസ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അതിന്റെ കൺസെപ്റ്റ്. പിന്നെന്താണ് ഹാർഡ്വെയർ, വേരിയസ് CAD സോഫ്റ്റ്വെയർ അവൈലബിൾ. യെസ്, സിസ്റ്റം റിക്വയർമെന്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്റർഫേസ് ആണ്. നോക്കിയേ, ഇത്രയും പോർഷൻസ് ആണ് സിലബസ് മെൻഷൻ ചെയ്യപ്പെടുന്നത്. ആൻഡ് സിലബസ് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ അവർ എഴുതുന്ന ഒരു നോട്ട് ഉണ്ട്, ശ്രദ്ധിച്ചേ. ഇത് നമ്മൾ നേരത്തെയും വായിച്ചതാണ് അല്ലെ. മുകളിൽ പറഞ്ഞിരിക്കുന്ന സിലബസിലെ എല്ലാ പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നോളണം എന്നില്ല. മുകളിൽ പറഞ്ഞിരിക്കുന്ന സിലബസിന് പുറത്ത് നിന്നും ക്വസ്റ്റ്യൻ വന്നേക്കാം. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിലെ ക്വസ്റ്റ്യന്റെ രീതി അനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ. ഞാൻ ഗ്രേഡ് 2 എക്സാം ആണ് എഴുതുന്നത്, എന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, അതിന്റെ മുകളിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള മസിൽ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടാൻ പറ്റില്ല. എക്സാം ഹോളിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ എത്ര ഹയർ ക്വാളിഫിക്കേഷൻ ആയാലും ശരി, എത്ര ലോവർ ക്വാളിഫിക്കേഷൻ ആയാലും ശരി, നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാംസിന് നമ്മൾ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്തായാലും ഉതകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അതില് ബട്ട് റാങ്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസോ മീൻസ് 1-2 ചേഞ്ചസ് ഉള്ള ക്വസ്റ്റ്യൻസും വന്നേക്കാം. നമുക്ക് അതും ചെയ്യാൻ പറ്റണം. ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് യെസ് സൈലം ടെക്നിക്കലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ട എല്ലാ രീതിയിലുള്ള കൺസെപ്റ്റും തിയറിയും നമ്മൾ കണ്ടന്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ പറയുന്ന സർവേ ഗ്രേഡിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാണ് ജനുവരി 18 മുതൽ. സർവേയിലെ എല്ലാ മുക്കും മൂലയും നമ്മൾ അരിച്ചു വീർക്കി പഠിക്കും. ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ അത്രയും എഫിഷ്യന്റ് ആയിട്ടാണ് തിയറി നമ്മൾ സ്ട്രക്ചേർഡ് ചെയ്തിരിക്കുന്നത്, കൺസെപ്റ്റുകൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ തിയറി നമ്മൾ കവർ ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ സർവേയിലെ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ആയിരിക്കും. അതായത് എക്സാം ഹോളിൽ നമ്മൾ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ വീഡിയോ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ പറയുന്ന സർവേ ഗ്രേഡിലേക്കുള്ള ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാണ് ജനുവരി 18. സൈലം ആപ്പിലൂടെ മുഴുവൻ കണ്ടന്റും ലൈവ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഒരു റെക്കോർഡിംഗ് പോർഷൻസ് ഉണ്ടാവില്ല, ലൈവിന്റെ റെക്കോർഡ് ഉണ്ടാവും, ബട്ട് എല്ലാ കണ്ടന്റും ലൈവ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. വെറും 1499 രൂപയ്ക്കാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് യെസ് അവൈലബിൾ ആകുന്നത്. സോ ഉടൻ തന്നെ സൈലം ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളെ ഏത് മുഖേനയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലുള്ള സെഷനുമായിട്ട് വീണ്ടും കാണുന്നവരെ